ഈ ചൂടിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കാൻ ഓരോരോ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുകയാണല്ലേ. പലപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഈ പാതയോരത്തൊക്കെ തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങളാണ്. പക്ഷേ റോഡ് വികസനം നടക്കുന്നതോടെ പല ഭാഗത്തെയും ഈ മരങ്ങൾ ഇല്ലാതാകുന്നുണ്ട്. തിരുവനന്തപുരം വഴുതക്കാട്ടെ മരവും അങ്ങനെ മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. കമ്മീഷണർ ഓഫീസിന് മുൻവശത്ത് നിന്ന മരമാണ് ഈ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. ഒരു മരത്തിന്റെ മരണമാണ് മഴമരം എന്നു പേര്. മഴമരത്തിൽ താമസിച്ചിരുന്ന പക്ഷികൾക്ക് കണ്ണീർ മഴയായിരുന്നു ഇന്നലെ. ഇരുപത്തഞ്ച് മീറ്റർ പൊക്കത്തിൽ പന്തലിച്ചു നിന്ന മരം. വികസനമാണ് ലക്ഷ്യം. ശിഖരങ്ങൾ ഓരോന്നായി അരിഞ്ഞിറക്കി. മുറിഞ്ഞു വീണ ചില്ലകളിൽ പക്ഷിക്കൂടുകളും ഉണ്ടായിരുന്നു. കാക്കകളായിരുന്നു കൂടുതലും. മരത്തിനു ചുറ്റും വട്ടമിട്ട് പറന്നു. രാവിലെ അന്നം തേടിപ്പോയവർ തിരിച്ചെത്തിയപ്പോൾ മരവും കൂടുമില്ലാത്തതിൻ്റെ സങ്കടക്കാഴ്ചകൾ. മനുഷ്യന് പ്രാണവായു തരുന്നതല്ലേ എത്രയോ ഒരു മരം. ഇവിടെ ഒരു മരം മുറിക്കുന്നു. ഈ മരം മുറിച്ചാൽ ഇതിൽ അധിവസിക്കുന്ന എത്രയോ പക്ഷികൾ ചേക്കേറുന്ന ചില്ലകളാണ് ഇതിലുള്ളത്. എത്രയോ ജീവജാലങ്ങൾ, സൂക്ഷ്മ ജീവികളുണ്ട്, പക്ഷികളുണ്ട്, ചിത്രശലഭങ്ങളുണ്ട്, അണ്ണാനുണ്ട്. ഏതെല്ലാം ജീവജാലങ്ങളുടെ ആവാസ ഗേഹമാണൊരു മരം. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒഴിവാക്കാനാകില്ല. പക്ഷേ അവ പരിസ്ഥിതി നാശമില്ലാതെയാണ് നടപ്പാക്കുന്നതെന്ന് ഉറപ്പാക്കാനാകണം. മരങ്ങളുടെ മരണം ഭൂമിയുടെ മരണമാണ്. സജീവ് മാറിനും അരുണിനുമൊപ്പം ടി. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.